ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ക്രോക്സ് വാങ്ങിയിട്ടുണ്ട്. ക്ലോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാണ്. ഓക്കെ, ഇത് ക്രോക്സിൻ്റെ ക്ലോക്സാണ്. നമ്മൾ ഓഫറിൽ കിട്ടിയപ്പോൾ തരത്തിലാക്കിയതാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിൽ ഉണ്ടായിരുന്നില്ലേ, അതിൽ നമ്മൾ കുറേ ആയി നോക്കി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പും ക്രോക്സ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കംഫർട്ട് കൊണ്ട് തന്നെ വാങ്ങിയതാണ് ക്രോക്സ്. വീണ്ടും ഒരു 1.5-2 കൊല്ലത്തോളം യൂസ് ചെയ്തു. പിന്നെയും ഇത് തന്നെ കംഫർട്ടബിളായി തോന്നിയപ്പോൾ വാങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പോഴല്ലേ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നമ്മുടെ സാധനം സൂപ്പറാണ്. ആട്ടോക്കി കംഫർട്ടബിളാണ്, കറക്റ്റ് സൈസാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുന്നേ ഒരു ക്രോക്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഏകദേശം നമുക്ക് അതിൻ്റെ ഇതറിയാം, കംഫർട്ടബിളും ആണെന്ന്. അതേമാതിരി തന്നെ എങ്ങനെ ഉണ്ടാവും, യൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം. അറിയണതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ ഈ ക്രോക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ തന്നെ 2 കൊല്ലത്തോളം ക്രോക്സ് യൂസ് ചെയ്തു. ഇതുവരെ അധികം ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല. നമ്മളെ സൈഡിൽ കൂടെ ഉള്ള അതിനുള്ള മോഡലല്ല, അതായിരുന്നു നമ്മൾ ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ടാണ് 1 പീസ് ക്ലോക്സിലേക്ക് മാറിയത്. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ ആദ്യം ഇഷ്ടമായിരുന്നു, ഞാൻ നോക്കി വെച്ചിരുന്നു. പിന്നെ നമ്മളെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ വന്നപ്പോൾ നമ്മളൊന്ന് എടുത്തുന്നുള്ളൂ. അങ്ങനെ ആണ്. നമുക്ക് ഇതിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിലവിലിട്ടിട്ട് ഇപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. റിയൽ ക്രോക്സ് അഥവാ ഒരു മുതലയുടെ ഷേപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി ക്രോക്സ് എന്നുള്ള പേര് വിട്ടത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്താലും പിന്നെ ഇത് മാറ്റി യൂസ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം യൂസ് ചെയ്തവരൊക്കെ ഇങ്ങനെ തന്നെ മാറണതാണ് പതിവ്. വള്ളി ഒന്ന് ബാക്കിലേക്ക് ഇട്ടിട്ട് കാട്ടിത്തരാം. ഞാനുണ്ട്. ക്രോക്സിൻ്റെ അവസ്ഥ എന്താ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതാണോ യൂസ് ചെയ്യണത്, ഇപ്പോൾ നമ്മളിപ്പോൾ സാധാ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂകളൊക്കെ 10 ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കുറവ് സൈസ് എപ്പോഴും വാങ്ങാൻ പാടുള്ളൂ. അതായത് അപ്പോൾ ഞാൻ 9 ആണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിരുന്നത്, കറക്റ്റായിരുന്നു. അതേമാതിരി തന്നെ പ്രാവശ്യം 9 വാങ്ങി, അതും കറക്റ്റാണ്. ആണ്. പിന്നെ നമുക്ക് ഒറിജിനൽ ക്രോക്സ് ആണോ തിരിച്ചറിയലെങ്കിൽ എന്ന് ചോദിച്ചാൽ, കുറേ ആൾക്കാർ കോപ്പിയൊക്കെ വാങ്ങി. ക്രോക്സിൻ്റെ ചിഹ്നമാണിത്. അതിൻ്റെ ഒപ്പം തന്നെ ക്രോക്കഡൈലിൻ്റെ ചിഹ്നത്തിനോടൊപ്പം തന്നെ TM എന്നുള്ളൊരു ഇതുണ്ടാവും, ബാഡ്ജിങ്ങും. പിന്നെ അതേമാതിരി തന്നെ ക്രോക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് സ്ട്രാപ്പിൽ ശ്രദ്ധിച്ചാൽ സ്ട്രാപ്പിലും ക്രോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേമാതിരി തന്നെ മുൻഭാഗത്തും ക്രോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പല മോഡലുകൾ പല സ്ഥലത്താവും ക്രോക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവുക. അതേമാതിരി തന്നെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ വരാം, ക്രോക്സ് ഐക്കോണിക് കംഫർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതേമാതിരി അടിഭാഗം ഭാഗത്തിൽ നോക്കിയാൽ കാണാം, ക്രോക്സ് മോഡൽ നമ്പർ. സോറി, ഇത് വുമൺ എത്രയാണോ മെന്ന് എത്രയാണോ എന്നുള്ള സൈസാണ്, സൈസ് ചാർട്ടാണ്. അങ്ങനെ പിന്നെ ഇത് നമ്മൾ ഒരുപാട് പേര് ക്രോക്സ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കോപ്പികൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ക്രോക്സ് തന്നെയാണോ നമുക്ക് തിരിച്ചറിയാൻ വേറൊരു എളുപ്പവഴിയുണ്ട്. അത് ഞാൻ ഇതേമാതിരി തന്നെ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചൊരു വഴിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്രോക്സ് എങ്ങനെ ഇട്ടാലും, നമ്മൾ ഈ ക്രോക്സ് ഇപ്പോൾ എങ്ങനെ മുകളിൽ നിന്ന് നിലത്തേക്ക് ഇട്ടാലും കണ്ടോ,
അത് നേരെ നിൽക്കുള്ളൂ. അത് നമ്മൾ ഇനി എത്ര പ്രാവശ്യം നമ്മൾ പൊന്തിച്ചിട്ടാലും അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ആണെങ്കിൽ നോക്കണം, എന്താ കണ്ടോളൂ, നേരെ ഒന്നും. ഇതിന് പിന്നെ സ്ട്രാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ ഇടുന്നില്ല. ചിലപ്പോൾ കണ്ടോ, അത് അങ്ങനെ തന്നെ ഒന്നു ഇതാ കണ്ടോളൂ, കണ്ട അങ്ങോട്ട് നോക്കാം. അത് സ്ട്രാപ്പ് പൊന്തി കിടക്കണോണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രാപ്പ് പൊന്തിച്ച് വെച്ചിട്ട് എങ്ങനെ ഇട്ടാലും കണ്ടോ നേരെ നിൽക്കുള്ളൂ. അതാണ് അതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ക്രോക്സ് നമ്മൾ ഇനി കുറച്ച് കാലം എങ്ങനെയായാലും ഒരു 2 കൊല്ലം യൂസ് ചെയ്യാന്നുള്ള മോഡലിലാണ് ഇത് വീണ്ടും വാങ്ങിയത്. ക്രോക്സ് മുമ്പ് വാങ്ങിയത് നമ്മൾ 2 കൊല്ലം യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഇതും ഇനി 2 കൊല്ലം യൂസ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനിയും കൂടുതൽ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമ്മൾ ചെറിയ അതേമാതിരിയുള്ള അൺബോക്സിങ് വ്ളോഗുകളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.